സച്ചിൻ ടെണ്ടുൽക്കർ ഞങ്ങളുടെ കസ്റ്റമറാണ്. ഈ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ടുണ്ട് അദ്ദേഹം. അതെ. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ ചാച്ചനെ വെച്ചിട്ട് ചോദിച്ചാൽ അവൻ മോൻ എന്നാണെന്ന് ചോദിച്ചാൽ അവൻ ഫ്രഷ് റൂമാന്ന് പറയും. ഫ്രഷ് അവൻ മീൻ കച്ചവടക്കാരെന്ന് പറയല്ലേ. പറയാ. അവിടുത്തെ കടപ്പുറത്ത് ഞങ്ങളുടെ സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ റൂമുണ്ട്, എല്ലാം ഉണ്ട്. അതെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക കടപ്പുറങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊച്ചിയിലൊരു ഇതുണ്ട്. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരുമാതിരി ഒരു വടക്കൻ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. ഞാൻ കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് കടപ്പുറത്ത് കായലിൽ നിന്ന് കിട്ടുന്ന ഒരു, ഞങ്ങളുടെ നാട്ടിൽ എലച്ചിൽ എന്ന് പറയും. ഓക്കെ ഓക്കെ. നമ്മുടെ മാന്തൽ എന്ന് പറയുന്നില്ല, കടലിൽ കോഴിക്കോട് മാന്തൽ എന്ന്, അതിൻ്റെ ഒരു കായലിൻ്റെ ഫോമാണ് എലച്ചിലെന്ന്. ആ സുഷ്മി എന്ന് പറയുന്നത് അവൻ വേവിക്കുന്നില്ല. ആ സാധനം പച്ചയ്ക്ക് കനം കുറച്ചിട്ട് നമുക്കിപ്പോൾ ദുബായിലും ഇവിടെ ഉണ്ടാവുമെന്ന് പറയും. ഇവിടെ ഉണ്ടെന്ന് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിഗ് ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ പോയി ഓർഡർ ചെയ്താൽ നിങ്ങളൊരു പാല് ഓർഡർ ചെയ്യുന്ന വെച്ചു, ഏത് പാല് വരും? നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പാല് വരും. അതെ അതെ അതെ. അതിലേ വരുള്ളൂ, അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പാല് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. നിങ്ങൾ FTH ഡെയിലി പോയി പാൽ ഓർഡർ ചെയ്താൽ എനിക്ക് ഫ്രഷ് ടൂമിൻ്റെ പാല്. ഇതൊക്കെ ആരോ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരുത്തം മീൻ വിറ്റ് രക്ഷപ്പെട്ടാണ്. അപ്പം പിന്നെ എനിക്ക് പറഞ്ഞാൽ ഞാൻ അല്ലേ, നമ്മുടെ ചില ജംഗ്ഷനിൽ ചെന്ന് നോക്കി ഒരു ബേക്കറി രക്ഷപ്പെട്ടാൽ പിന്നെ കുറേ ബേക്കറി ആയി അടുത്തടുത്തായി. അപ്പോൾ ഓരോരുത്തരുടെയും പാഷൻ ഏതിനകത്താണോ ആ മേഖലകളിൽ നിങ്ങളുടേതായ ബ്രാൻഡുകൾ ഉണ്ടാക്കാനും നിങ്ങളുടേതായ ഒരു കയ്യൊപ്പൂടെ ചാർത്താനുള്ള ചാൻസ് ഇപ്പം ഇന്ത്യയിലുണ്ട്. മത്സ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാറ്, ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന കമ്പനി മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും അത് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചിക്കൻ ചീപ്പ് വിലയ്ക്ക് ഉള്ളപ്പോഴും മറുനാട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനേക്കാളും കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ടല്ലേ? ഞാനിവിടെ ചിക്കൻ തുടങ്ങിയ സമയത്തേ അപ്പം എനിക്ക് മീനിനെ കുറിച്ചുള്ള അത്ര അറിവ് ചിക്കനിൽ ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ കുറേ ഡോക്ടർമാരെ കണ്ടു, വെറ്റിനറി ഡോക്ടേഴ്സിനെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാനും എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും പഠിച്ചു. ആ പഠിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് എനിക്കൊരു സപ്ലയർ തരാൻ പറഞ്ഞു. അങ്ങനെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന 2 സപ്ലയേഴ്സിന് അവരുടെ സാധനങ്ങളെടുത്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അധികമായി പല സാധനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചെന്ന് കണ്ടുപിടിച്ചത് ചിക്കമംഗ്ലൂർ എന്ന സ്ഥലത്തൊരാളാണ്. ചിക്കമംഗ്ലൂർ അന്ന് GST വന്നിട്ടില്ല. അന്ന് കേരളത്തിൽ ചിക്കൻ 12% ടാക്സുള്ള സമയമാണ്. അപ്പം ഞാൻ ചിക്കമംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ചിക്കൻ എടുക്കുന്നത്. ചിക്കൻ എടുത്ത് ഒന്നുകിൽ ചിക്കൻ ചെക്ക് പോസ്റ്റ് വരുന്നതിന് മുമ്പ് ഓൺലൈനിൽ ടാക്സ് അടയ്ക്കും, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് വന്നിട്ട് ടാക്സ് അടച്ചിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും വർഷം ഞങ്ങൾ ഇവിടുത്തെ ഈ നാട്ടിലെ ചിക്കൻ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, നീ ഈ 12% ടാക്സും കൊടുത്ത് ഈ സാധനം കൊണ്ടൊന്ന് വിറ്റാൽ എത്ര ദിവസം നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെന്നോട് വിരോധമായിട്ടില്ല, അവരെന്നോട് സ്നേഹമുള്ളതുകൊണ്ട് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ അന്നത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഫ്രഷ് ടു ഹോമിൻ്റെ ഏറ്റവും അധികം വിൽക്കുന്ന ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ചിക്കനാണ്. ഞങ്ങളുടെ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ചിക്കൻ കഴിച്ചാൽ പിന്നെ വേറെ കഴിക്കില്ല. അത് ഞാൻ കേട്ടു, അത് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഗ്യാരണ്ടി പറയാം. ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം സച്ചിൻ ടെണ്ടുൽക്കർ പോലും. സച്ചിൻ ടെണ്ടുൽക്കർ ഞങ്ങളുടെ കസ്റ്റമറാണ്. ഈ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ടുണ്ട് അദ്ദേഹം. അതെ. പ്രീതി സിൻഹ, സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ രൺവീർ സിംഗ്, ഇവരുടെ വൈഫ് രൺവീർ സിംഗ്, അവരെല്ലാം സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടെക്നോളജിയിൽ കുറച്ച് സാറ് പിന്നിലായതുകൊണ്ടായിരിക്കാം കസ്റ്റമറായ ഷാൻ കടവിൽ അല്ലേ, അദ്ദേഹം സ്ഥിരം കസ്റ്റമർ അല്ലായിരുന്നു? അദ്ദേഹം എൻ്റെ സ്ഥിരം കസ്റ്റമറായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ഷാൻ എൻ്റെ കസ്റ്റമറാണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഡാറ്റകൾ ഞാൻ പഠിക്കുകയോ എന്നെ പഠിപ്പിക്കുകയോ ചെയ്യാനുള്ള ആൾക്കാരില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷാനൊക്കെ ഇങ്ങനെ സ്ഥിരം കസ്റ്റമർ. ഷാനെന്ന് സിങ്കയുടെ ഇന്ത്യയിലെ സിങ്ക.com ചെറിയ ആളല്ലായിരുന്നു, 7 വർഷം അമേരിക്കയിലായിരുന്നു. അപ്പം ഞാനോടൊരു ടെക് അറിയാവുന്ന ഒരാളെ തപ്പി നടക്കുന്ന സമയമാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ ചെല്ലുന്നു, പുള്ളിയെ കണ്ടു. അപ്പം ഞാൻ ആരെ തപ്പി നടന്നോ അതിനേക്കാളും വലിയ ഉസ്താദ് എവിടെ ഇരിക്കണമെന്ന് പുലിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഒന്നാകുന്നത്. പുള്ളി ഇപ്പോൾ അതൊക്കെ എല്ലാം വിട്ടു. കമ്പ്യൂട്ടറൊക്കെ വിട്ട് മീൻ ചന്തല എന്നാലും ചോദിച്ചു പുള്ളിയോട്. എന്ത് ഒന്നാമത് AC റൂമിനകത്ത് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറൊക്കെ ആയിട്ടിരുന്ന മനുഷ്യൻ ഈ കടപ്പുറത്തന്നോട് ഈ മീൻ മുളം പിടിച്ചോടെ വരേണ്ട വല്ല കാര്യം ഉണ്ടാന്ന് ചോദിച്ചു. പക്ഷേ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അല്ല, അങ്ങനെ ഒരു പേരുണ്ടോ ഈ പറഞ്ഞ പോലെ? ഈ കുടുംബക്കാർക്കിടയിൽ ഇപ്പോൾ മീനിൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം എന്തെങ്കിലും? ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ ചാച്ചനെ വെച്ചിട്ട് ചോദിച്ചാൽ അവൻ മോൻ എന്നാണെന്ന് ചോദിച്ചാൽ അവൻ ഫ്രഷ് റൂമാന്ന് പറയും. ഫ്രഷ് റൂം. അവൻ മീൻ കച്ചവടക്കാരെന്ന് പറയല്ലേ. അവരെന്നല്ലേ ഏതെങ്കിലും മാതാപിതാക്കളോ അല്ലെ ബന്ധുക്കളോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ മീൻ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ് ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടണമെന്ന് അറിയില്ല. അതായിരുന്നു നമ്മുടെ മീൻ കച്ചവടത്തിന്റെ ഗ്ലാമർ അല്ലേ. അതെ. ഒരു സ്റ്റാറ്റസ് അതായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് പോകണ്ട, അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് പോലും കിട്ടിയില്ലായിരുന്നു. കെട്ടിയിട്ട് ഇതൊക്കെ തുടങ്ങിയത് കാര്യമായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ ഗ്ലാമറിന് അത്ര വലിയ, പക്ഷെ എന്നാലും അതിനൊരു പരിധിവരെ ഫ്രഷ് ഹോം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്താഗതി മാറ്റാനും
മീൻ കച്ചവടത്തിലും എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ടെന്ന് വരുത്താനൊക്കെ ഞങ്ങളുടെ ഈ കച്ചവടം സ്വീറ്റ് ഹോമിൻ്റെ തുടക്കമൊക്കെ വളരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സമൂഹത്തിൽ എനിക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനിക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പോൾ ഇത്രയേറെ കടപ്പുറങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇവിടുന്നൊക്കെ ഏറ്റവും കൂടുതൽ എവിടുന്നാണ് പർച്ചേസ് ചെയ്യാറ്? അത് ഓരോ സമയത്തുള്ള അവൈലബിലിറ്റി അനുസരിച്ചാണ്. എന്നാലും ആവറേജ് നോക്കിയാൽ കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ മൊത്തം 41 കളക്ഷൻ സെൻ്ററുകളുണ്ട്, ഇൻക്ലൂഡിങ് ആൻഡമാൻ. ആൻഡമാൻ നിങ്ങൾ ചെന്നാൽ അവിടുത്തെ കടപ്പുറത്ത് ഞങ്ങളുടെ സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ റൂമുണ്ട്, എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക കടപ്പുറങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പോൾ കൊച്ചിയിലൊരു ഇതുണ്ട്. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരുമാതിരി ഒരു വടക്കൻ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. അങ്ങോട്ട് പോയാൽ ഓരോ സ്ഥലങ്ങളുണ്ട്. കോഴിക്കോട് നമുക്കൊരു സെൻ്ററുണ്ട്, പിന്നെ മൽപ്പ എന്ന സ്ഥലത്ത് ഞങ്ങളൊരു സെൻ്ററുണ്ട്. അങ്ങനെ 41 സെൻ്ററുകൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അതിലൊരെണ്ണമാണ് ആൻഡമാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഓരോ കളക്ഷൻ സെൻ്ററിലേക്കും തലേദിവസം വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ 12 ഫാക്ടറികളുണ്ട്. ദുബായിലൊരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറികളിൽ നിന്ന് നാളെ ഞങ്ങൾക്ക് ഇന്നത് ഇത്ര കിലോ വേണം, ഇന്ന വേണം എന്നും പറഞ്ഞാൽ അവരുടെ ഡിമാൻഡുകൾ ഈ കളക്ഷൻ സെൻ്ററിലേക്ക് വരും. അതായത് ഇപ്പം നാളെ ഇപ്പം എനിക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ ചെയ്യാം. ഫാക്ടറിക്കാർ പറയണം. ആൾക്കാരല്ല പറയണം, കസ്റ്റമറല്ല. ആ ഫാക്ടറി എന്ന് പറയും. അതായത് ഫാക്ടറിക്ക് അറിയാം നാളെ ശനിയാഴ്ചയാണോ, ശനിയാഴ്ച ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് എത്ര കിലോ നെയ്മീൻ ചിലവാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് ഡാറ്റ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന 4 തരം മീൻ ഒരാൾക്ക് വേണമെങ്കിൽ ആ ഫാക്ടറിക്കാരന് ഇപ്പം അറിയാം. പണ്ടറിയില്ലായിരുന്നു, ഇപ്പം അവനറിയാം നെയ്മീൻ എവിടെ കിട്ടും, മത്തി എവിടെ കിട്ടും, അയില എവിടെ കിട്ടും എന്ന് അവനറിയാം. കൃത്യമായിട്ട് അറിയാം. മനസ്സിലായി? കട്ട്ല എവിടെ കിട്ടും, രോഹു എവിടെ കിട്ടും എന്ന് അവനറിയാം. അവൻ അതനുസരിച്ച് ഓരോ സ്ഥലങ്ങളും പറയും ഞങ്ങൾക്ക് ഇത്ര വേണം, നാളെ ഇത് വേണമെന്ന് പറയും. അങ്ങനെ കളക്ഷൻ സെൻ്ററിലെല്ലാം വൈകുന്നേരം ആകുമ്പോൾ കണക്ക് വന്നു നാളെ എത്രത്തോളം സാധനം വേണമെന്ന്. അപ്പോൾ ആ കളക്ഷൻ സെൻ്ററാണ് അതനുസരിച്ച് ബാക്കി കൺട്രോൾ ചെയ്യും ഓരോ സ്ഥലങ്ങളും. പക്ഷേ ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, മീനിൻ്റെ കടപ്പുറത്തുള്ള ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പം എല്ലാ കടപ്പുറങ്ങളിലും ഫസ്റ്റ് ഹോമിൻ്റെ സ്റ്റാഫായിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റാഫല്ല, എല്ലാ കടപ്പുറത്തെയും ഏറ്റവും അടിയിൽ ഏറ്റവും താഴത്തുള്ള ഒരാൾ ഞങ്ങളുടെ ആളുണ്ടാവും. അത് എല്ലാ കടപ്പുറത്തും എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്കൊരാളുണ്ടാവും. ആ ആളും അയാളുടെ ടീമും ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഒരു ആപ്പുണ്ട്. ഇത് നമ്മളെല്ലാവരുമായിട്ടും ലേലത്തിൽ ഏർപ്പെടുവോ അതോ എങ്ങനെയാണ്? മത്സ്യത്തിൻ്റെ ലേലം എന്ന് പറഞ്ഞാൽ ഒരു കടപ്പുറമുണ്ട്, ആ കടപ്പുറത്ത് വരുന്ന ഏത് ബോട്ടും ഏത് വള്ളവും അവിടെ പരസ്യമായി ലേലം ചെയ്യണം. ആ ലേലത്തിൽ ഏത് ലേലത്തിലും നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഏതൊക്കെയാണോ നോക്കിയിട്ടാണ് അയാൾ പങ്കെടുക്കുന്നത്. അയാൾ നമ്മളോടൊന്നും ചോദിക്കണ്ട. പണ്ടൊക്കെ ഞാൻ തന്നെ ഫോണിലൂടെ ഇതിങ്ങനെ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഫോണില്ലാഞ്ഞാൽ നേരിട്ട് പോകും, അത് കഴിഞ്ഞ് നേരിട്ട് പോകും. പക്ഷേ ഒരു ഫോണിലൂടെ നമുക്ക് ഒരു 5-8 കടപ്പുറമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ എല്ലാം ആപ്പ് വഴിയാണ്. അപ്പോൾ സപ്പോസ് ഇപ്പം കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കൊല്ലത്ത് നീണ്ടകരയാണെങ്കിലും ഇപ്പം ഒരു മത്തി രണ്ടിടത്തും വരികയാണ്. അപ്പം ഇതിൽ ഏറ്റവും ലേലത്തിൽ വില കുറഞ്ഞത് മനസ്സിലാക്കി എങ്ങനെ അത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും? ലേലം വില കുറവ് മാത്രമല്ല, ആപ്പ് ഞങ്ങളെ സഹായിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വേസ്റ്റേജ് വരാതെ നോക്കും. അപ്പോൾ ഈ ശനിയാഴ്ച എത്ര കിലോ മത്തി ചിലവാകുമെന്ന് ഞങ്ങളുടെ സിസ്റ്റത്തിന് ഒരു ഹിസ്റ്റോറിക് ഡാറ്റ വെച്ചിട്ട് അവൻ്റെ ഒരു കണക്കുണ്ട്. അത് നമുക്ക് തരും. അപ്പോൾ നമ്മുടെ ആദ്യം കൊച്ചിയിൽ നിന്ന് ഒരാൾ മത്തി കൊടുത്തു, അവൻ ഇത്ര രൂപയാണ്. അതേസമയം വേറെ കടപ്പുറന്നൊക്കെ വരും. അപ്പോൾ അവൻ ആ റേറ്റും കൂടി നോക്കിയിട്ടായിരിക്കും സിസ്റ്റം. കാരണം വെളുപ്പിനൊരു 4 മണിയാകുമ്പോഴാണ് എല്ലാ കടപ്പുറങ്ങളും ഒന്നിച്ചാണ് ലേലം, വലിയ കടപ്പുറങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അവന് അതനുസരിച്ചിട്ടാണ് ഡാറ്റ വെച്ചിട്ട് അവൻ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കും, അവനോട് വാങ്ങാൻ പറയും, മറ്റവനോട് വാങ്ങണ്ടെന്ന് പറയും. അതെല്ലാം സിസ്റ്റം ചെയ്തോളൂ അവന്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ മത്തിയാണെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്, ഞാൻ കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് കടപ്പുറത്ത് കായലിൽ നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ നാട്ടിൽ എലച്ചിൽ എന്ന് പറയും. നമ്മുടെ മാന്തൽ എന്ന് പറയുന്നില്ല, കടലിൽ കോഴിക്കോട് മാന്തൽ എന്ന്, അതിൻ്റെ ഒരു കായലിൻ്റെ ഫോമാണ് എലച്ചിൽ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എലച്ചിലാണ്. കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മീനുകൾ അങ്ങനെ കഴിക്കില്ല. പക്ഷെ ഞാൻ അയില കഴിക്കില്ല. അയില ഇഷ്ടപ്പെടാത്തതുണ്ടല്ലോ, എനിക്കൊരു അലർജിക്ക് ഇതുണ്ട്. കാരണം മീനിൻ്റെ A to Z കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാറിന് അറിയാൻ കഴിയും. ഏറ്റവും വില കൂടിയ മീൻ ഏതാണെന്ന് ചോദിച്ചാലും സാറിന് പറയാൻ കഴിയുമായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു പെർമനൻ്റ് വില കൂടിയ മീൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സാൽമണാണ് ലോകത്ത്. പക്ഷേ ചില പർട്ടിക്കുലർ ടൈമിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ വിറ്റ് പോയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് ബ്ലൂഫിൻ ട്യൂണയാണ് ജപ്പാനിൽ. ജപ്പാനിലൊക്കെ ട്യൂണ കഴിക്കുന്നത് നമ്മളെപ്പോലെ വേവിച്ചല കഴിക്കുന്നത്. അവർ സഷിമി ഗ്രേഡ് എന്ന് പറയുന്ന പച്ചയ്ക്ക് തന്നെ അവർ കണ്ടിച്ചത്. ഞാൻ അതിനാണ് ഇവിടെ പോയെന്ന് പറഞ്ഞത്. എവിടെ? ഗുജറാത്തോ? അല്ല, ലക്ഷദ്വീപിൽ പോയത്. ലക്ഷദ്വീപ് പോയത് സഷിമി ഗ്രേഡ് ആക്കാൻ വേണ്ടിയാണ്. ആ സുഷിമി എന്ന് പറയുന്നത് അവൻ വേവിക്കുന്നില്ല. ആ സാധനം പച്ചയ്ക്ക് കനം കുറച്ചിട്ട്, നമുക്കിപ്പോൾ ദുബായിലും ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടെന്ന് റെസ്റ്റോറൻറ്റുകളുണ്ട്. പച്ചയ്ക്ക് അവരുടെ ഒരു ക്രീമൊക്കെ ഒഴിച്ചിട്ട് പച്ച സാധനം അവർ കഴിക്കുന്നത്.
സാർ കഴിച്ചിട്ടുണ്ടോ? ഓ, ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര വിലയാണ്. ഓക്കെ. ആ വിലയിലേക്കുള്ള ഗ്രേഡായി മാറണമെങ്കിൽ അത് പിടിക്കണ അവിടെ നിന്ന് തൊട്ടേ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രേഡിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നാൽ എത്രയായിരിക്കും അതിൻ്റെ വില ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി പറയുമ്പോൾ? ബ്ലൂഫിൻ ബ്ലൂഫിൻ ട്യൂണ കഴിഞ്ഞ ദിവസം 3 കോടിക്കാൻ പറ്റില്ല. ജപ്പാൻ ഒരു ബ്ലൂഫിൻ ട്യൂണ പോയി. ചെറിയ പൈസ അല്ലേ? അതെ. ഇപ്പോൾ ഇനി ഫ്രഷ് ടു ഹോമിൻ്റെ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്രഷ് ഹോം ഇപ്പോൾ ഇന്ത്യയിലെയും UAE-ലെയും നമ്പർ 1 ഫ്രഷ് മാർക്കറ്റാണ് ഓൺലൈനിൽ. ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റ് ആകുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റ് ആവണമെങ്കിൽ മീനും മീറ്റും മാത്രം കൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് ലോകത്തിൻ്റെ നമ്പർ 1 ആകാൻ പറ്റില്ല. ഓക്കെ. അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഫ്രഷായ മറ്റ് സാധനങ്ങളെ കൂടി ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ ഉടനെ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പൂനെയും ഹൈദരാബാദിലൊക്കെ നമുക്ക് വേറൊരു ആപ്പ് കൂടി ഉണ്ട്, FTH ഡെയിലി, ഫ്രഷ് ടു ഹോം ഡെയിലി. ഡെയിലി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അറിയാൻ പറ്റും. അതിപ്പോൾ നമ്മൾ കാണുന്ന ബാക്കിയുള്ള ഓൺലൈൻ കമ്പനികളെപ്പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത, എല്ലാത്തിനും നമുക്ക് നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി, ഒരു സാധനം വേണം, വെറൈറ്റി വേണം. ഇപ്പോൾ നിങ്ങളൊരു ബിഗ് ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ പോയി ഓർഡർ ചെയ്താൽ, നിങ്ങളൊരു പാല് ഓർഡർ ചെയ്യുന്ന വെച്ചു, ഏത് പാല് വരും? നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പാല് വരും. അതിലേ വരുള്ളൂ, അത് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പാല് കിട്ടുമോ? ഇല്ല, കിട്ടിയില്ല. നിങ്ങൾ FTH ഡെയിലി പോയി പാൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രഷ് ടു ഹോമിൻ്റെ പാല് കിട്ടും. ഓക്കെ. നമ്മുടെ ഫാമിലി വളർത്തുന്ന, ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡിൽ, അതായത് ഇപ്പോൾ നമ്മൾ മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ വേറൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വരും. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായാൽ ആ പ്ലാറ്റ്ഫോമിനോട് കംപ്ലയിൻറ്റ് ചെയ്യാം. പക്ഷേ അതിന് മറുപടി പറയേണ്ടതരാ ആ ബ്രാൻഡുകാരൻ. അല്ലേ? പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളൊരു സാധനം എടുത്താൽ, ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ 360 പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ഞങ്ങളുടെ ബ്രാൻഡിലെ പ്രൊഡക്റ്റാണ്. നിങ്ങൾ എന്ത് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഉത്തരം പറയും. അത്തരം ഒരു ഡയറക്റ്റ് കസ്റ്റമർക്ക് ഞങ്ങളുടെ തന്നെ ബ്രാൻഡ് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പം നമ്മൾ FTH ഡെയിലി തുടങ്ങിയത്. FTH ഡെയിലിനെ ഇപ്പം നമ്മൾ ഫ്രഷ് ടു ഹോമായി ക്ലബ്ബ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വർക്ക് നടക്കുകയാണ്. എഞ്ചിനീയറിംഗ് വർക്കും പിന്നെ ഗവൺമെൻറ് കുറച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ആപ്പായിട്ടാണോ അതോ? ഇപ്പം 2 ആപ്പാണ്. അത് മെർജ് ചെയ്യും. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ FTHൽ ഫ്രഷ് ടു ഹോമിലേക്ക് ഞങ്ങൾ അതിനകത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ജ്യൂസ് കിട്ടും, ഞങ്ങൾ പനീർ കിട്ടും, അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ ഉണ്ട്. അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കൂടി മെർജ് ചെയ്ത് കഴിയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളെയും ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിലാക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ IPOയിലൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ സാധ്യതകളുണ്ടോ? ഞങ്ങളുടെ ഒരു സാധ്യത വെച്ച് 2 വർഷത്തിനുള്ള IPO വരുമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് നമ്മളാണ്. പക്ഷെ അത് വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിൻ്റെ പാത പിന്തുടർന്നെങ്കിലും പകുതി വഴിയിലോ അല്ലെങ്കിൽ അതിനേക്കാളും കാൽഭാഗത്തിലോ ഒക്കെ നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ സക്സസ് ആവാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൻ്റെ അടിസ്ഥാന കാര്യം, അതിപ്പോൾ ഫിഷിൻ്റെ മാർക്കറ്റ് മാത്രമല്ല, എല്ലായിടത്തും ഇതൊക്കെ ആരോ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. ഒരുത്തം മീൻ വിറ്റ് രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്ക് പറഞ്ഞാൽ ഞാനും തോന്നും അല്ലേ. നമ്മുടെ ചില ജംഗ്ഷനിൽ ചെന്ന് നോക്കി, ഒരു ബേക്കറി രക്ഷപ്പെട്ടാൽ പിന്നെ കുറേ ബേക്കറി ആയി അടുത്തടുത്തായി. അതെ, ഒരു ടെക്സ്റ്റൈൽസ് വന്നാൽ പിന്നെ മൊത്തം ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞത് മാതിരിയുള്ള. പക്ഷെ ചില ഫോറിൻ രാജ്യങ്ങളിൽ, ഇപ്പോൾ ദുബായിലൊക്കെ ചെന്നാൽ സ്വർണം മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ സ്വർണം വേണ്ട കസ്റ്റമർ എല്ലാവരും അവിടെ തന്നെ വരും. പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അതല്ലല്ലോ. ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് അവൻ്റെ ജംഗ്ഷനിൽ എല്ലാം വേണം അവന്. അവിടെ അവന് താങ്ങാവുന്നതിനൊരു കണക്കുണ്ടല്ലേ. 1-2 ബേക്കറി ചിലപ്പോൾ അവരെ കൊണ്ട് താങ്ങാൻ പറ്റും. അവിടെ 5 ബേക്കറി ഒന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ മാതിരി ഒരാൾ മീൻ വിറ്റ് രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് വന്നവരാണ് ഈ പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷേ അയാളും മീൻ വിൽക്കാൻ താല്പര്യപ്പെട്ട് അതിനോട് പാഷനായിട്ട് വന്നിരുന്ന തോക്കിയിലായിരുന്നു തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഫ്രഷ് ടു ഹോമിനെ പോലെ 100 ഫ്രഷ് ടു ഹോമുകൾ വന്നാലും ഇന്ത്യയിൽ ചാൻസ് ഉണ്ട്. ഇനിയും ചാൻസ് ഉണ്ട് ഉറപ്പായിട്ട്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങൾക്കും ഒരു ദിവസം 1 ഗ്രാം മീൻ വേണമെന്ന് ഞങ്ങൾക്കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊണ്ട് പറ്റില്ല. ഈ 140 കോടി ജനം സെർവ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊണ്ട്? ഇല്ല. അപ്പോൾ ഇവിടെ 100 ഫ്രഷ് ഹോമിന് ഇനിയും ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഫ്രഷ് ടു ഹോം ചെയ്യുന്നത് കണ്ടുകൊണ്ട് വന്നവൻ എന്തോ പറ്റുമെന്നറിയാമോ? പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഒത്തിരി തടസ്സങ്ങളുണ്ടാവും. ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ സ്വന്തം ഇഷ്ടവും സ്വന്തം പാഷനും അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും, ഉറപ്പായിട്ടും പോകും. ഞാൻ അരൂരത്തെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തിന്നേൽ ഞാൻ 3 മാസം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 15 വർഷത്തോളം 1 മണിക്കൂറിനും 3 മണിക്കൂറിനും ഇടയ്ക്കാണ് ഉറങ്ങിയിട്ടുള്ളത്. ഇത് ഒരു ദിവസം 2 ദിവസമല്ല, 15ഓളം വർഷം. അതൊക്കെ ഞാൻ ചെയ്തത്
ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇത് വലിയ കഷ്ടപ്പാട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം എനിക്കെന്നറിയാം ധീരുഭായ് അംബാനി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇത്രയും വലുതായത്. അപ്പം ഞാൻ ഓരോ ദിവസം കിടക്കുമ്പോഴും എന്നോട് തന്നെ പറയും, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ദിനം കിടക്കുമ്പോൾ പറയും, ഇങ്ങനെയൊക്കെ ചെയ്താലേ നിനക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടുമെന്നൊരു ഇനി തെറ്റായ ധാരണയാണെന്നൊരു എനിക്കങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അതൊന്നും നമുക്ക് അങ്ങനെ ഒരു താന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പാഷൻ ഇല്ലാതെ തുടങ്ങുന്നവരാണ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിർത്തിപ്പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ പോകാൻ, അതെ, അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ട്. ഓക്കെ, സീറ്റ് ഹോമിൻ്റെ ടൈമിൽ സാറ് കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ലോഡ് വരുന്നതും കാത്ത്. ഒരുപാട് പേർക്ക് അപരിചിതരായ പിന്നീട് പരിചയപ്പെട്ടവർ ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മണിക്കൂറിനും 3 മണിക്കൂറിനും ഇടയ്ക്ക് മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ സമയത്ത് ശരിക്കും സാധാരണ മനുഷ്യരൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. സാറിൻ്റെ ഒരു മടുപ്പ് തോന്നിയിരുന്നോ? മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്ലാൻ ബി ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമായിരുന്നു? എനിക്കങ്ങനെ മടുപ്പ് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഞാനിത് പറയുമ്പോഴും അന്ന് ഇത്ര വലിയ പ്രശ്നമായിരുന്നോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് വീട്ടിൽ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫിനറിയാം. എൻ്റെ ചാച്ചനും അമ്മച്ചിയും എൻ്റെ സഹോദരങ്ങളൊന്നും ഞാൻ ഈ സഹകരണ ബാങ്കിൻ്റെ കടത്തിനെ കിടക്കുന്നതെന്ന് അറിയരുത് എന്നെനിക്കുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കിടക്കുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കടത്തിനെ കിടക്കുന്നതെന്ന് അറിഞ്ഞ എൻ്റെ ചാച്ചനും അമ്മച്ചി അന്ന് എന്തൊക്കെ വില കൊടുത്ത് എന്നെ പിന്നെ വിടിയല്ല. മനസ്സിലായി. അവർ ഒരു കാരണവശാലും അവരുടെ മകൻ കടത്തിനെ പോയി കിടക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. കച്ചവടം വേണ്ട, ബിസിനസ്സും വേണ്ട, നിനക്ക് എങ്ങനെയെങ്കിലും ചെയ്യും, നീ ഇങ്ങോട്ട് പോരുന്നേ പറയുള്ളൂ. അപ്പോൾ ചാച്ചനും അമ്മച്ചിയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റാതെ. അതുകൊണ്ട് അവരെ അറിയാതിരിക്കാൻ ഞാൻ ഒത്തിരി നേരം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വൈഫിനെല്ലാം അറിയാം, കഥകളൊക്കെ അറിയാം. വീട് ചാച്ചനൊക്കെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണോ ഈ കട, അതോ അറിയാനുള്ള ചാൻസ് ഇല്ല? ഇല്ല, ഇത് അരൂരല്ലേ, ഞാൻ കിടക്കുന്ന അരൂര. ചാച്ചനൊക്കെ അവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് ചാച്ചനും അമ്മച്ചി ഞാനും ഒക്കെ താമസിക്കുന്നത്. അവിടെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ ചേർത്തല. അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു കൈതപ്പുഴ കായലിൻ്റെ ഓളങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ ചൂണ്ടയിടുകയും മീനൊക്കെ പിടിച്ചും വളർന്നു വന്ന ഒരാളാണ്. പക്ഷെ സാറിനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ആ ലാംഗ്വേജ്, ആ ഭാഷയുടെ ശൈലി പിടികിട്ടുന്നില്ല. ശരിക്കും ഇങ്ങനെ തന്നെയാണോ, അതോ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. ഞാൻ ഇതിനു വേണ്ടിയൊന്നും സെപ്പറേറ്റ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംസാരവും അങ്ങനെ ഒരു ഭാഷയും എനിക്ക് കിട്ടിയത് എൻ്റെ വായനയിൽ നിന്ന്. ഓക്കെ, ഞാൻ ഈ ബിസിനസ് അല്ലാത്ത സമയങ്ങളിൽ കിട്ടുന്ന സമയം വായിക്കുക എന്നത് എൻ്റെ ഒരു ശീലമാണ്. ഇന്ന പുസ്തകങ്ങളൊന്നുമില്ല, എല്ലാം വായിക്കും. പ്രത്യേകിച്ച് മലയാളമാണ് കൂടുതലും ഞാൻ വായിക്കുന്നത്. ഇംഗ്ലീഷ് വലിയ കടികട്ടിയുള്ള ഇംഗ്ലീഷൊന്നും വായിച്ചാൽ അതിൻ്റെ ആത്മാവിനെ എനിക്ക് മനസ്സിലാവും, അർത്ഥം മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ആത്മാവ് മനസ്സിലാക്കാനുള്ള അത്രയും ഗ്രാഹ്യമൊന്നും എനിക്ക് ഇംഗ്ലീഷിലില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് മലയാളം വായിക്കും. മലയാളം ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വായിക്കും. അത് ഇന്ന പുസ്തകമൊന്നുമില്ല, എല്ലാം വായിക്കും. നോവലായാലും ചെറുകഥയായാലും അല്ലെ സാഹിത്യമായാലും എസ്സേകളായാലും എല്ലാം വായിക്കും. ആ വായനകൾ എനിക്ക് നൽകിയ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഒരു പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ വോയിസ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. വായനകളിൽ നിന്ന് കിട്ടിയ വാക്കുകളും വായനകളിൽ നിന്ന് കിട്ടിയ ഒരു ശൈലിയായിരിക്കും. എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതാനുള്ള പ്ലാനുണ്ടോ? കാരണം വായിക്കുന്നവർ അവസാനം ഛർദ്ദിക്കും. അതെ. അപ്പം ഞാൻ ഈ പല കോളേജുകളിലും ക്ലാസ് എടുക്കും. ഇപ്പോൾ എൻ്റെ ഒരു മെയിൻ കുറേ സമയം ഞാൻ കളയുന്നതല്ല കേട്ടോ, എനിക്കും കൂടി സന്തോഷമാണ് നമ്മുടെ യുവത്വത്തോട് സംസാരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ പല കോളേജിൽ ചെല്ലുമ്പോഴും എന്നോട് പല അധ്യാപകരും പ്രിൻസിപ്പൽസ്മാരും പറയും, സാർ ഇത് എഴുതണം, ഇത് അടുത്ത തലമുറ ഇത് അറിയണം എന്ന് പറഞ്ഞിട്ടും പിന്നെ എനിക്കും അതിനോടൊരു ആഗ്രഹമുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് ഇരുന്ന് എഴുതാനുള്ളൊരു സമയക്കുറവുണ്ട്. പക്ഷെ എന്നാലും ഒരു പുസ്തകം എഴുതണം, ഇറക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഒരാളെ വെച്ച് വേണമെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എഴുതാൻ ഒരാളെ കിട്ടി. അതെ, അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഒന്ന് ക്രിയേറ്റീവ് ആകണമെന്നുണ്ട്, നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സാറിൻ്റെ കയ്യിൽ നിന്നും, കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, പുതിയ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. തീർച്ചയായും അതൊരു പുസ്തക രൂപേണ വന്നാൽ വരും തലമുറയ്ക്കും അതൊരു ഉപകാരം തന്നെയായിരിക്കും. ഉറപ്പായിട്ട്. ഞാൻ പക്ഷേ കുട്ടികളോട് പറയുക, നിങ്ങളിപ്പോൾ എന്നെ നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഒരു വിജയിച്ച ബിസിനസ്സുകാരൻ നിലയിലാണ്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിന് ഇറങ്ങുന്ന കുട്ടികളോട് പറയും, നിങ്ങൾ ഒരിക്കലും വിജയിച്ചവരെ മാത്രം കേൾക്കരുത്, നിങ്ങൾ പരാജയപ്പെട്ടവരെയും കേൾക്കണം. നമ്മളൊരു ബിസിനസ്സുകാരൻ അല്ല, ഏത് മേഖലയിൽ നമ്മൾ ഇറങ്ങണമെങ്കിലേ നമ്മൾ ആ മേഖലയിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നൊക്കെ പഠിക്കുന്നത്. അതെ അതെ. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ശൈലി എങ്ങനെയാണ്, എന്ത് ചെയ്യരുതെന്ന് വേണം ആദ്യം പഠിക്കാൻ. നിങ്ങൾ പരാജയപ്പെട്ട ബിസിനസ്സുകാരോട് വേണം കൂടുതൽ സംസാരിക്കാൻ. അവരോട് സംസാരിക്കുമ്പോൾ അവർ മനസ്സ് തുറന്ന് പറയും, എനിക്ക് എവിടെയാണ് പറ്റിയത്, എനിക്ക് എവിടെയാണ് തെറ്റിയത്, എൻ്റെ ഏത് തീരുമാനമാണ് തെറ്റിപ്പോയത് എന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. അത് നമുക്ക് തരുന്നതുണ്ട്. അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്ത് ചെയ്യണമെന്ന് അവിടെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ വിജയിച്ചവരോട് മാത്രം സംസാരിക്കരുത്, നിങ്ങൾ പരാജയപ്പെട്ടവരോടും സംസാരിക്കണം. എന്ത് ചെയ്യരുത് എന്ന് വേണം നമ്മൾ ആദ്യം പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യരുതെന്ന് പഠിച്ചാൽ സ്വാഭാവികം എന്ത് ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും.
എൻ്റെ കുടുംബത്തിലൊരു വല്യപ്പനുണ്ട്. ആ. ഞാൻ ജനിച്ചു വളർന്ന ഒരു ചെറിയ 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വല്യപ്പൻ്റെ പരിപാടി എന്ന് വെച്ചാൽ തേങ്ങ കച്ചവടവും കയറ് കച്ചവടമാണ്. കേന്ദ്രം എന്നാണ് ഞങ്ങൾ പുള്ളിനെ വിളിക്കുന്നത്. അപ്പോൾ കേന്ദ്രം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓടിക്കളയുള്ളൂ. പക്ഷേ പുള്ളി അങ്ങനെ ഫ്ലറിഷ് ഭയങ്കര കച്ചവടമായിരുന്നു. ഇതെല്ലാം ചെയ്തെങ്കിലും അവസാനം പുള്ളി ഒന്നുമില്ലാതെയായി. അതെന്ത് പറ്റി? അപ്പോൾ ഞാൻ പുള്ളിയിൽ നിന്ന് ഒത്തിരി പഠിച്ചു. പുള്ളി ചെയ്തു പോയ ഒരു സിസ്റ്റം ഇല്ലായ്മ, ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ, പിന്നെ എല്ലാം പുള്ളി തന്നെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം, അങ്ങനെയൊക്കെ വരുന്നതാണ് അതിനകത്ത് പരാജയമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ പുള്ളി കാണിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് ഒരു പക്ഷേ അതായിരിക്കാം, പക്ഷെ അത് ഭയങ്കര അബദ്ധങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ഹോം ആകുന്നതിന് മുമ്പും സീറ്റ് ഹോം ആകുന്നതിന് മുമ്പും എക്സ്പോർട്ട് തുടങ്ങുന്നതിന് മുമ്പും ഞാൻ സപ്ലൈ ചെയ്തതിൻ്റെ കാലത്തും എൻ്റെ കമ്പനിയുടെ പൈസ പെട്ട് ഞാൻ ഇന്നുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. മറ്റൊരാളെ ഏൽപ്പിക്കാൻ അതിനൊരു സ്റ്റാഫുണ്ട്. എനിക്ക് 100 രൂപ വേണേൽ വൗച്ചർ ഒപ്പിട്ട് 100 രൂപ മേടിക്കും. നാളെ എൻ്റെ കയ്യിൽ 500 രൂപ മിച്ചം വന്നാൽ അടുത്ത ക്രെഡിറ്റ് വൗച്ചർ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം പൈസ നമ്മൾ തന്നെ കൈകാര്യം ചെയ്താൽ തന്നെ ആദ്യം തന്നെ പ്രൊഫഷണലിസം അവിടെ നിന്ന് മാറിപ്പോകും. സിസ്റ്റമാറ്റിക് ആകണം. അതൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്യരുതെന്ന് പഠിച്ചെടുത്തെന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഫ്രഷ് ഹോമിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫ്രഷ് ഹോം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞങ്ങൾ 100% പാലിക്കും. ആരൊക്കെ എന്തൊക്കെ പറയും. പിന്നെ മീനും മീറ്റുമാണ്, ചില കംപ്ലയിൻ്റ് ഉണ്ടാകാം. പക്ഷെ കംപ്ലയിൻ്റ് ഉണ്ടായാലും ഞങ്ങൾ എല്ലാ കംപ്ലയിൻറ്റുകളെയും ഞങ്ങൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് പ്രൊഡക്റ്റ്, ഒരു സംശയമില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. പിന്നെ ബിസിനസ് തുടങ്ങുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ എന്ന ഈ വലിയ മാർക്കറ്റിനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ വലിയ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. ഇന്ത്യയിൽ അപൂർവം ചില ബ്രാൻഡുകൾ മാത്രമാണ് നമ്മുടെ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ലോകം ഭരിക്കുന്നവരും ബ്രാൻഡുകളാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് വലിയ ബ്രാൻഡുകൾ എല്ലാ മേഖലയിലും വേണോ കേൾക്കുന്നത് അന്ന് തനിക്ക് തന്നെ തുടങ്ങിയപ്പോൾ എന്ന് വേണം ചോദിക്കാം. പക്ഷേ എനിക്ക് പാഷനുള്ള എൻ്റെ ഒരു ബ്രാൻഡാണ് ഞാൻ തുടങ്ങിയത്, അല്ലേ? അതെ. അപ്പോൾ ഓരോരുത്തരുടെയും പാഷൻ ഏതിനകത്താണോ ആ മേഖലകളിൽ നിങ്ങളുടേതായ ബ്രാൻഡുകൾ ഉണ്ടാക്കാനും നിങ്ങളുടേതായ ഒരു കയ്യൊപ്പൂടെ ചാർത്താനുമുള്ള ചാൻസ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ സീ ഫുഡ് മേഖലയിലെ 3% ഓർഗനൈസ്ഡ് ഉള്ളതെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മിക്ക മേഖലകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വളരെ വലിയ ശതമാനമുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വലിയ ചാൻസുകൾ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. അടുത്തൊരു 10-15 വർഷത്തേക്ക് ആ ചാൻസ് വളരെ കൂടുതലാണ്. അത് ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും രാജ്യക്കാരൊക്കെ ഒന്ന് ഉപയോഗിക്കും. ഞാൻ കെട്ടിയിരിക്കുന്ന ആപ്പിളാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇത് തരുന്ന ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു ബ്രാൻഡ് എൻ്റെ രാജ്യത്ത് ഇല്ലാതെ പോയതുകൊണ്ടല്ല ഞാൻ പോണത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സാധനം ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ടോപ്പിലെ 20 പേരെ നിങ്ങളെടുത്താൽ അത് 2 പേരെങ്കിലും മലയാളിയായിരിക്കും. ആ കൂട്ടത്തിലുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, ഒന്നുകിൽ അവർക്കുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നില്ല, മനസ്സിലായി, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി മെനക്കെടുന്നില്ല. ശരിക്കും നമ്മൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകളാണെങ്കിലും അതിന് നല്ല സപ്പോർട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ഒത്തിരി അധികം ചാൻസുകൾ, അല്ല, യുവാക്കൾക്ക് യുവാക്കൾക്ക് നല്ല ചാൻസുകൾ, ഒത്തിരി അവസരങ്ങളുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു മേഖല കണ്ടെത്തി ഈ രാജ്യത്തിൻ്റെ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കണം. ഈവൻ ഞങ്ങൾ പച്ചമീൻ മാത്രം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പോലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് 2500ഓളം കോടി രൂപ കടന്നു വന്നു. അപ്പം മറ്റുള്ള മേഖലകളിലേക്ക് എത്രയോ കോടികൾ നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് വരാം. അതിനുള്ള ചാൻസ് ഉണ്ട് നമുക്കല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു ഉപഭോക്തൃ സംസ്ഥാനവും രാജ്യമായി മാറി മറ്റുള്ളവർ നമ്മളെ വിറ്റ് കാശ് മേടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ സാധനം നമ്മുടെ ഇവിടെ നടക്കുന്നില്ല, എല്ലാം ഒരു വിറ്റ് മാറ്റുന്ന മാർക്കറ്റായി നമ്മൾ മാറിപ്പോയി. അപ്പം നമ്മളൊരു മാനുഫാക്ചറിങ് സ്റ്റേറ്റായി മാറിയാൽ മാത്രമേ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺട്രിയായി മാറിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഈ പണം കിടന്ന് മറിയുള്ളൂ. നമ്മൾക്ക് ഫിനാൻഷ്യലി നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉറപ്പായും നമ്മൾക്ക് ആ കിട്ടിയിരിക്കുന്ന ഈ വലിയ മാർക്കറ്റിനെ നമ്മൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഫ്രഷ് ഹോമിന് ഫ്യൂച്ചറിലും ഈ പറഞ്ഞ പോലെ IPO-യിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടട്ടെ. നമ്മൾ പറയാമല്ലോ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാനൽ കൂടിയാണ്. നമുക്കും അത് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അവതാരകനും പ്രത്യേകം നന്ദി. താങ്ക് യു.